ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബിബി. ബിബീസ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ നമുക്കൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ വെണ്ടയ്ക്കായ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ആണെങ്കിൽ അടിവശം ചെറുതായിട്ട് പൊങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സൈഡിലോട്ട് എണ്ണ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ കടുകൊക്കെ ഇട്ടു. നമ്മളൊരു ശകലം ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് സവോള ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കറി വെക്കാനായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പൊതി കെട്ടാനായിട്ട് നമുക്കിത് വളരെ പ്രയോജനപ്പെടും. വെണ്ടയ്ക്ക എടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇങ്ങനെ ഈ രീതിയിൽ ചെരിയുവാണെങ്കിൽ അത് അവിയാതെ നമുക്ക് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. മുഴുവൻ അവിഞ്ഞു പോകത്തില്ല. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വഴണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മളധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളൊരു ചെറിയൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് 2 വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ശകലം ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റും കിട്ടും, ആവശ്യത്തിന് എരിവും ഉണ്ടാവും. നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.